സിജുവിന്റെ അനുഭവം. പേര് കേട്ടിട്ട് എന്താ തോന്നുന്നത്? പേര് കേട്ടിട്ട് കൺഫ്യൂഷൻ ഉണ്ടാവുമെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ സിജു പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു സ്ത്രീയാണ്. എൻ്റെ അനുഭവം വായിക്കുമോ എന്നറിയില്ല. എന്നാലും ഞാൻ എഴുതുകയാണ്. കഴിഞ്ഞ 21-ന് ചൊവ്വാഴ്ച ഞങ്ങൾ 3 സുഹൃത്തുക്കൾ ഒരുമിച്ച് ഗുരുവായൂർക്ക് പുറപ്പെട്ടു. ആദ്യം കൊടുങ്ങല്ലൂർക്ക് പോയതിന് ശേഷമാണ് ഗുരുവായൂർക്ക് എത്തിയത്. വൈകിട്ടാണ്. നെന്മിനിയിൽ റൂം ആദ്യമേ ബുക്ക് ചെയ്തിരുന്നു. കുളി കഴിഞ്ഞ് ഞങ്ങൾ ക്യൂവിൽ നിൽക്കാൻ വേണ്ടി പോയി. ഒരാൾക്ക് കാലിന് തീരെ സുഖമില്ല. സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു, അവരിവിടെ നിൽക്കട്ടെ, നിങ്ങൾ ക്യൂവിൽ നിന്നുകൊള്ളൂ എന്ന്. അവിടെ എത്തിയിട്ട് വിളിക്കാമെന്ന്. ഞങ്ങളുടെ കൂടെ അവരും വേദന സഹിച്ചുകൊണ്ട് ഉള്ളിൽ പ്രവേശിച്ചു. ശ്രീകോവിൽ കണ്ണനെ കണ്ടതും കണ്ണു നിറഞ്ഞു. കണ്ണനെ നല്ലതുപോലെ തൊഴുതു. ശീവേലി തുടങ്ങാൻ സമയമായി. ചുറ്റുവിളക്ക് തെളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, നമുക്കതിന് യോഗം കിട്ടിയില്ലല്ലോ എന്ന്. ശീവേലി തുടങ്ങി. ഞാൻ മനസ്സിൽ പറഞ്ഞു, എന്താ ഒരു ഗമ ആനപ്പുറത്ത്, ഭഗവാൻ അങ്ങനെ, അദ്ദേഹത്തിന് എന്തോ ആവല്ലോ. പറഞ്ഞത് തെറ്റാണോന്നറിയില്ല കേട്ടോ. ശീവേലി കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാളടുത്ത് വന്ന് ചോദിച്ചു, ഭഗവതിയുടെ ചുറ്റുവിളക്ക് കത്തിക്കാൻ നേർന്നവരുണ്ടോ എന്ന്. ഞാൻ ചോദിച്ചു, ഞങ്ങൾ കത്തിക്കട്ടെ എന്ന്. ഓ, അതിനെന്താ, ഞങ്ങൾക്ക് കത്തിക്കുന്ന ആ കോല് ഞങ്ങൾക്ക് തന്നു, വേറെയും ആളുകൾക്കും കൊടുത്തു. എന്തില്ല സന്തോഷം. ഞങ്ങൾ ചോദിച്ചത് ഇത്രയും പെട്ടെന്ന് കരുതിയില്ല, കിട്ടുമെന്ന് കരുതിയില്ല. അതിനുശേഷം അവിടെ വെളിച്ചപ്പാടിൽ നിന്ന് അനുഗ്രഹം വാങ്ങി തൃപ്പുക നെയ്യും സേവിച്ച് ഞങ്ങൾ പുറത്തു കിടന്നു. റൂമിലേക്ക് പോയി. ഇനി നാളെ കാണാമെന്ന് പറഞ്ഞ് 3 സുഹൃത്തുക്കൾ ഗുരുവായൂർ ഒന്നിച്ച് പോവുക, അതൊരു സുഖമുള്ള കാര്യമാണല്ലേ. സുഹൃത്തിന്റെ കൂടെ അങ്ങനെ അനുഭവം ഉണ്ടാവും. എന്താ കഥ ഒന്നും പറയാനില്ല. സിജു, സന്തോഷമായില്ലേ? അപ്പം എല്ലാവരിലേക്ക് എത്തിക്കുക. വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം. ജോയിൻ ബട്ടണിലൂടെയാണ് വരേണ്ടത്. ഫേസ്ബുക്കിന്റെ കമന്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഉച്ചപൂജാലങ്കാരവും സമ്മാന പദ്ധതികളും ഒക്കെ ആയിട്ട് നമ്മളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹരേ കൃഷ്ണ.